നമ്മുടെ വ്യൂവേഴ്സ് കുറെ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പി കാണിക്കാൻ, സോഫ്റ്റ് ചപ്പാത്തിയുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ലെയർഡ് ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സോഫ്റ്റ് ലെയർഡ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് കാണിക്കുന്നത്. രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. 3/4 കപ്പ് വെള്ളം ചേർക്കാം. കഴിച്ചെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്, നല്ല സോഫ്റ്റ് കിട്ടും. പക്ഷേ പേഴ്സണലി എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, വെന്ത മാവിൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. അത് പ്രിഫർ ചെയ്യുന്ന സാധാരണ വെള്ളമായിട്ട് കഴിക്കുന്നു. റൂം ടെമ്പറേച്ചർ വാട്ടർ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുന്ന ചപ്പാത്തിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിക്കുക. ആ 3/4 കപ്പ് വെള്ളം എന്നുള്ളത് കറക്റ്റായിരിക്കും. എപ്പോഴും ഇച്ചിരി കൂടുതൽ എടുത്ത് വെക്കുക. എന്നിട്ട് 3/4 ഒഴിച്ചിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒന്ന് നീഡ് ചെയ്യുക. ചപ്പാത്തി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഇച്ചിരി ആയമുള്ളൊരു ഡോ ആണ്. ഈ ഒരു പരുവത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. ഒത്തിരി ഹാർഡായിട്ടുള്ള ഡോ ആക്കരുത്. പിന്നെ നന്നായിട്ട് കുഴയ്ക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നീഡ് ചെയ്യുക. റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വെക്കുക. ഇതൊക്കെയാണ് ചപ്പാത്തി മായം ഉണ്ടാവാനായിട്ടുള്ള ടിപ്സ്. അപ്പോൾ ഇതേപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യണം. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ്, കുറച്ച് റെസ്റ്റ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് തൊട്ട് ഒരു 30 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ നല്ലത്. സമയം ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാലും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പേ ചെയ്ത് വെക്കണമെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ വേണമെങ്കിൽ ഇത് സിപ്ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യമുള്ളപ്പോൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്, കവർ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ കവർ ചെയ്യാനായിട്ടൊന്നെങ്കിൽ വെറ്റ് ക്ലോത്ത്, ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന നന്ന തുണിയാണ്. അതിന് പകരം നിങ്ങൾക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം, അല്ലെ എയർ ടൈറ്റ് ബോക്സിലാക്കി മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അത് നല്ല സോഫ്റ്റ് ഡോ ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഞാൻ ഇതിനൊരു 6ആയിട്ടാണ് ഈ ഡോനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. ആറെണ്ണം നന്നായിട്ട് ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കുക, പരത്തിയെടുക്കുക. ഇത് നമ്മൾ ലെയർഡ് ചപ്പാത്തിയാണല്ലോ ചെയ്യുന്നത്. ഇത് ആദ്യം തിന്നായിട്ട് പരത്തുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് ബ്രഷ് ചെയ്യുക. ഇനി വീണ്ടും ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്യുക. നമുക്ക് ലേസ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ട്രയാങ്കിൾ പോലെ ആക്കാം, സ്ക്വയർ പോലെ ആക്കാം. ഇങ്ങനെ മടക്കുക. വീണ്ടും കുറച്ച് ഓയിൽ തേക്കാം. കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നാൻ്റെ ഒക്കെ ഷേപ്പിൽ ട്രയാങ്കിളായിട്ടൊക്കെ കിട്ടുക. ഇങ്ങനെ ചെയ്യാം. അടുത്ത് തന്നെ സ്ക്വയർ ആയിട്ടും കാണിച്ചു തരാം. മാറ്റി വെക്കുക. ഇത് കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്താൽ നല്ലത്, സമയമുണ്ടെങ്കിൽ.
മുമ്പേ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കുക. ഇപ്പം ലെയർ ചപ്പാത്തി ആയിട്ടല്ല വേണമെങ്കിൽ, നോർമൽ ചപ്പാത്തി പോലെ വേണമെങ്കിൽ ഇതേപോലെ തിന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുന്നതേ ഉള്ളൂ. മുമ്പേ ചെയ്ത പോലെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്യുക. ഇനി മടക്കുക. ഇവിടെയും വേണമെങ്കിൽ എണ്ണ ഇടാം. എണ്ണ വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്ത പോലെ ഫോൾഡ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക, വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇതേപോലെ സ്ക്വയറായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിന് മുമ്പ് നമ്മൾ ഒരെണ്ണം ട്രയാങ്കിളായിട്ടാണ് ഫോൾഡ് ചെയ്തത്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചപ്പാത്തി ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡോ ബോൾസ് വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ എല്ലാ ഡോ ബോൾസും നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് മടക്കി ചപ്പാത്തി എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇത് പരത്തിയെടുക്കണം. തിന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല ലേസ് ഉണ്ടാവും. ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ പോലും ഹാർഡാകത്തില്ല. അതായത് ഇങ്ങനത്തെ ചപ്പാത്തിയുടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ എപ്പോഴും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മയത്തോടുകൂടെ തന്നെ ഇരിക്കും. ഇതേപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ബാക്കിയുള്ള ചപ്പാത്തി ഇതേപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ എപ്പോഴും ഈവൻ തിക്നെസ് ആയിരിക്കണം. എല്ലാവരും ഒരേ തിക്നെസ് ആക്കാൻ നോക്കുക. നമ്മൾ സ്ക്വയറായിട്ട് മടക്കി വെച്ചുകൊണ്ടാണ് സ്ക്വയർ ഷേപ്പിലുള്ള ചപ്പാത്തി. മറ്റേ ട്രയാങ്കിളായിട്ട് മടക്കിയത് ആ ഒരു ഷേപ്പിൽ. ഇതെല്ലാം പരത്തിയെടുത്തു. അടുത്തായിട്ട് നമുക്ക് ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാം. ചപ്പാത്തി കുക്ക് ചെയ്യാനായിട്ട് ഒരു തവ ഹീറ്റ് ചെയ്യാം. എപ്പോഴും ചപ്പാത്തിക്കും ദോശയ്ക്കും സെപ്പറേറ്റ് തവ വെക്കുക. നമ്മൾ ചപ്പാത്തി ചുട്ട ശേഷം ആ സെയിം തവയിൽ ദോശ ഉണ്ടാക്കാൻ നോക്കി ചിലപ്പോൾ ശരിയാവാണ്ട് വരും. എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക. തവ ചൂടായി. കുറച്ച് എണ്ണയും തൂക്കാം ലൈറ്റായിട്ട്. ഒരു മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇത് അയൺ ആയതുകൊണ്ട് ഭയങ്കര നന്നായിട്ട് ചൂടാവും. അതുകൊണ്ട് ഒരു ലോ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ചെറിയൊരു കൊമളകളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ടേൺ ചെയ്യാം. വേണമെങ്കിൽ നെയ്യ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യോ എണ്ണയോ വല്ലതും ഇടാം. നമ്മൾ ഓൾറെഡി എണ്ണ അകത്ത് ലെയർ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇടുന്നില്ല. ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ലേസ് ഒക്കെ നന്നായിട്ടായിട്ടുണ്ട്. മാറ്റി വെക്കാം. വീണ്ടും ഓയിൽ, കുറച്ച് ഓയിൽ. ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് ത്രൂ ഔട്ട് കുക്ക് ചെയ്യുവാണ് ചപ്പാത്തി ഡ്രൈ ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ മീഡിയം അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മീഡിയം ലോ. നന്നായിട്ട് ചൂടാന്ന് കാണുമ്പോൾ മാത്രം തീ കുറയ്ക്കുക. പായൺ അയക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഹൈലും ഇടാം. ഇടയ്ക്കൊന്ന് ഹൈലിട്ടിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലെയർസ് ഉള്ളതുകൊണ്ട് 2-3 ലെയർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വേവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ ബാക്കിയുള്ള ചപ്പാത്തി കുക്ക് ചെയ്തെടുക്കും. അപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലെയറുകൾ കണ്ട. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ലെയർഡ് ചപ്പാത്തീസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് മടക്കെന്ന് പറയും, വടക്ക് ചപ്പാത്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം അതിൻ്റെ ലേസ് കാണാനായിട്ട്. കണ്ട
കുറേ ലേയേഴ്സായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, ഡ്രൈ ആയി പോവില്ല. അപ്പോൾ എപ്പോഴും സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഈ സോഫ്റ്റ് ലെയർ ചപ്പാത്തീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.